കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിലുള്ള സ്നേഹവന്ദനം അറിയിക്കട്ടെ. ക്രൂശിനെ ധ്യാനിക്കുന്ന മറ്റൊരു സന്ദർഭത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വ്യത്യസ്ത തരങ്ങളിൽ ക്രൂശിനെ വ്യാഖ്യാനിക്കുകയും വ്യാഖ്യാനിച്ച് കേൾക്കുകയും നാം ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മൾ ധ്യാനിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ക്രൂശ് ഏത് തരം ക്രൂശാണ് എന്നത് ഒരു പുനർവിചിന്തനത്തിന് വേദിയാക്കേണ്ടത് അനിവാര്യമാണ്. ക്രൂശീകരിക്കപ്പെട്ട ക്രിസ്തു അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിക്കപ്പെട്ട അനുഭവത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഒരു ക്രൂസിഫൈഡ് ഗോഡ് എക്സ്പീരിയൻസ് ആണ് ഈ നാളുകളിൽ നമ്മൾ ധ്യാനിക്കുന്നത്. നമ്മൾ ഇന്ന് ക്രൂശ് വ്യത്യസ്തമായ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നു. അധിനിവേശത്തിൻ്റെയും അധികാരത്തിൻ്റെയും സ്ഥാന പദവികൾക്ക് വേണ്ടിയുമൊക്കെ ക്രൂശിനെ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മറ്റൊരു പുനർചിന്തയും പുനർവായനയും ക്രൂശിനെക്കുറിച്ച് ഈ നാളുകളിൽ നമുക്ക് ആവശ്യമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് ഒരിക്കലും ലോകം കൊണ്ടുള്ള ഒരു നിർമ്മിതിയായിരുന്നില്ല, അതൊരു ലോക നിർമ്മിതിയായിരുന്നു. എന്നാൽ നമ്മൾ നിർമ്മിക്കുന്ന ക്രൂശുകളെല്ലാം ലോകം കൊണ്ടുള്ള ക്രൂശുകളാണ്. അതുതന്നെയാണ് പലയിടങ്ങളിലും മറ്റ് പലരെ തോൽപ്പിക്കുന്നതിനും ചിലത് വെട്ടിപ്പിടിക്കുന്നതിനും ചിലതൊക്കെ ആർജിച്ചെടുക്കുന്നതിനുമായി നമ്മൾ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല ഉദാഹരണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുവരുന്നു. മൂന്നാറിലെ പാപ്പാത്തി ചോലയിലും അവസാനമായി പരുന്തുംപാറയിലുമൊക്കെ നമ്മൾ കാണുന്ന ക്രൂശ് അധിനിവേശത്തിൻ്റെ ക്രൂശാണ്. എന്നാൽ കർത്താവ് നമുക്ക് തൻ്റെ സ്നേഹം ചാലിച്ച് നൽകിയ രക്ഷയുടെ പൂർത്തീകരണമായ ക്രൂശിനെ ധ്യാനിക്കുമ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഒരുപാട് മാറി നടക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം നമ്മൾ വായിക്കുന്ന സന്ദർഭത്തിൽ 33 മുതലുള്ള വാക്യങ്ങളിൽ ഗോൽഗോഥ തലയോടിടം എന്ന സ്ഥലത്ത് കർത്താവിനെ ക്രൂശിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസ് ഒരു ചരിത്രകാരനായിരുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങൾക്ക് ഒട്ടും വ്യത്യാസം വരുന്നില്ല. ഗോൽഗോഥ എന്ന് പറയുന്നത് ഒരു പുറംപോക്കിൻ്റെ ഇടമാണ്. പുറംപോക്കുകൾ ആരുടെയും സ്വന്തമല്ല, എന്നാൽ എല്ലാവരുടെയുമാണ്. അവിടെ ഉയർത്തപ്പെട്ട ക്രിസ്തുവിൻ്റെ ക്രൂശിനെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ പിൻപിൽ ഒരു ശക്തമായ ആഹ്വാനമുണ്ട്. ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് അനുഗമിക്കുക. രക്ഷയുടെ പൂർത്തീകരണമായ ക്രൂശിനെ ധ്യാനിക്കുകയും ക്രൂശിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മിൽ ക്രൂശിൻ്റെ ഒരു സാധ്യതയുണ്ട്. ആ ക്രൂശിൻ്റെ സാധ്യത തലങ്ങളെ സ്പർശിക്കുന്ന ക്രിസ്തുവിൻ്റെ ആഹ്വാനത്തെ കാണാതെ ഒരിക്കലും ഈ ദുഃഖവെള്ളിയാഴ്ച ക്രൂശിനെ ധ്യാനിക്കാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് ക്രൂശിതനായ ക്രിസ്തു നമുക്ക് മുൻപിൽ ഒരു വെല്ലുവിളിയായി നിൽക്കുന്നു. ക്രൂസിഫൈഡ് ഗോഡ് എക്സ്പീരിയൻസ്. റോമാക്കാരുടെയും യഹൂദന്മാരുടെയും ഒക്കെ ചിന്താഗതികളിൽ ദൈവം എന്നും അദൃശ്യനായി മറഞ്ഞിരിക്കുന്ന മാറ്റമില്ലാത്ത ഒരു ദൈവസങ്കല്പമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതിൽ നിന്ന് വ്യതിരക്തമായ ഒരു ദൈവിക പ്രായോഗികത ക്രൂശിൽ നമ്മൾ കാണുന്നുണ്ട്. നഗ്നമാക്കപ്പെടുന്ന ദൈവത്തിൻ്റെ ആവിഷ്കാരമാണ് ക്രൂശിൽ. എല്ലാവരുടെയും മുൻപിൽ നഗ്നമാക്കപ്പെടുന്ന ഒരു ശരീരമുണ്ട്. ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൽ നമ്മളത് കാണുന്നു. അതുകൊണ്ട് ക്രൂശ് തീർച്ചയായും ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് പലതും മറച്ചു വയ്ക്കാനും ചിലതൊക്കെ ആർജിച്ചെടുക്കാനുമുള്ള ഒരു ഉപകരണമായി
മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു മാറ്റം, നമ്മുടെ ചിന്താഗതികളിലും നിലപാടുകളിലും ഒരു മാറ്റം അനിവാര്യമാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ശക്തമായ 7 തിരുമൊഴികളെ ഓർക്കാറുണ്ട്. കാലാകാലങ്ങളായി ഈ മൊഴികളെ നമ്മൾ ധ്യാനിച്ചു വരുന്നു. ഒരു ക്രൂശ് അനുഭവം എങ്ങനെയാണ് നമ്മൾ തരണം ചെയ്യേണ്ടത്, നമ്മൾ അതിനെ അഭിമുഖീകരിക്കേണ്ടത് എങ്ങനെയാണ് എന്ന പച്ചയായ സന്ദേശം കർത്താവിൻ്റെ മൊഴികളിൽ അടങ്ങിയിട്ടുണ്ട്. ക്രൂശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് ലൂക്കോസ് രേഖപ്പെടുത്തുമ്പോൾ ക്രൂശിൻ്റെ യാഥാർത്ഥ്യങ്ങളെ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുടെ വേദിയാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും എന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. സാധാരണഗതിയിൽ ക്രൂശിതരായവരുടെ ചരിത്രം പഠിക്കുമ്പോൾ അതിവേദനയാൽ തന്നെ ക്രൂശിക്കുന്ന ആളുകളെ പ്രാകുകയും മോശമായി സംസാരിക്കുകയും അവരുടെ മുഖത്തേക്ക് നീട്ടി തുപ്പുകയും ഒക്കെ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരുപാട് കുറ്റവാളികളെ കാണാം. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തനായി ഈ ക്രൂശീകരണത്തിൻ്റെ സമയത്ത് ക്രൂശിനെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ വേദിയാക്കി മാറ്റിയ ക്രിസ്തു നമ്മളോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുന്ന എല്ലാവരും ഇങ്ങനെ തന്നെ ആവണം. തന്നെത്താൻ ത്യജിച്ച് ക്രൂശ് എടുത്തുകൊണ്ട് അനുഗമിക്കുക. ത്യാഗം എന്ന് പറയുന്നത് തന്നെ ക്രൂശിൻ്റെ മറ്റൊരു രൂപമാണ്. അതുകൊണ്ട് അനിവാര്യമായിരിക്കുന്ന ചില ആത്മീയ മാറ്റങ്ങൾ ഈ വർഷത്തെ ക്രൂശിൻ്റെ ധ്യാനത്തിലൂടെ നമുക്ക് ആവശ്യമാണ്. കർത്താവിനെ അനുഗമിക്കുന്ന വലിയൊരു കൂട്ടമാണ് ഇന്ന് ക്രിസ്തുവിൻ്റെ ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു വാഗ്ദാനം ചെയ്യുന്ന രക്ഷയുടെ പ്രദർശനം ഈ ക്രൂശിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നു. തന്നെത്താൻ ത്യജിക്കുക എന്ന് പറയുമ്പോൾ ഒരു പരിമിതീകരണത്തിലേക്ക് നമ്മെ വിട്ടുകൊടുക്കുക എന്ന് തന്നെയാണ് അർത്ഥം. പരിമിതീകരണം ഒരു ത്യാഗ മനോഭാവമാണ്. ഈ പരിമിതിപ്പെടുത്താൻ നമുക്ക് കഴിയാത്തിടത്തോളം കാലം നമ്മൾ ക്രൂശിനെ വീണ്ടും വീണ്ടും ധ്യാനിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു കപട ആത്മീയതയുണ്ട്. അതിനെതിരെ ഒന്ന് നിൽക്കാൻ, അതിനെ ഒരു പുനർവ്യാഖ്യാനത്തിന് ഇടം കൊടുക്കാൻ നമുക്ക് ഈ നാളുകളിൽ സാധിക്കണം. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് നമ്മുടെ വ്യാഖ്യാനങ്ങൾക്കുള്ളിൽ ഒതുങ്ങുന്നതല്ല. ആ ക്രൂശിലെ സ്നേഹത്തെ വ്യാഖ്യാനിക്കാനുള്ള ഒരു മാവിനിയും ലോകത്തിൽ ഒരു ദൈവശാസ്ത്രജ്ഞന്മാരുടെയും പക്കലില്ല. എന്നാൽ ക്രൂശ് ജീവിതത്തിൻ്റെ അനുഭവമാക്കി കർത്താവിൻ്റെ ശിഷ്യരായി അതിനെ പിന്തുടരാൻ, സ്വീകരിക്കാൻ ആർക്കും അവകാശമില്ലാത്ത പുറംപോക്കുകളുടെ പ്രതീകമായി, എന്നാൽ എല്ലാവർക്കും കയറി ചെല്ലാൻ സാധിക്കുന്ന ഗോൽഗോഥ എന്ന പുറംപോക്കിൽ ഉയർത്തപ്പെട്ട ക്രൂശാണ് മാനവരക്ഷയുടെ ആത്യന്തികമായ നിദർശനം എന്ന് ഈ നാളുകളിൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് വീണ്ടും ക്രൂശിനെ ധ്യാനിക്കാൻ ലഭിച്ച അവസരത്തിൽ നമ്മുടെ ഉള്ളിലുള്ള ക്രൂശിൻ്റെ സാധ്യതകളെ ഒന്ന് എടുത്ത് അതുകൊണ്ട് കർത്താവിനെ പിന്തുടരാൻ, ചില കാര്യങ്ങളോട് ത്യാഗമനോഭാവത്തോടെ സമീപിക്കാൻ, അങ്ങനെയുള്ളൊരു സമീപനവും നിലപാടും സ്വീകരിക്കാൻ നമുക്ക് ഇടയാകട്ടെ. കർത്താവ് നമ്മളെല്ലാവരെയും അതിനായി ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നിമിഷങ്ങൾക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് ക്രൂശ് മരണം വഹിച്ചതിനെ വീണ്ടും ഞങ്ങൾ ഓർക്കുമ്പോൾ ഞങ്ങൾ തന്നെ ക്രൂശ് വഹിക്കുന്നവരായി, ത്യാഗമനോഭാവമുള്ളവരായി, മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി ചില വിട്ടുകൊടുക്കൽ, പരിമിതികൾ അത് ആർജിക്കാനുള്ള കൃപയും വിശാലതയും ഞങ്ങൾക്ക് ഈ നാളുകളിൽ നൽകണമേ. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലോകരക്ഷകനായ അങ്ങയുടെ ത്യാഗത്തെ സ്വീകരിച്ച് ജീവിതത്തെ രൂപപ്പെടുത്തുവാൻ എല്ലാവരെയും ഒരുപോലെ സഹായിക്കണമെന്ന് യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ.